കിട്ടി മക്കളെ, അവസാനം കിട്ടി. സാധനം തിരിച്ചു കിട്ടി. ശ്വാസം നേരെ വീണു. അപ്പൊ സംഗതി എന്താന്നല്ലേ ഇപ്പൊ പറഞ്ഞുതരാം. നമ്മൾ തിരുവനന്തപുരത്ത് ലുലുവിൽ പോയതാണ്ട് ഈ പിള്ളേര് കളിക്കുന്ന ഈ കൊട്ടുകളി കണ്ട, പന്തുകളിട്ട് കൊട്ടണ ഈ കളിയൊക്കെ കണ്ട് നല്ല ഭംഗിയായിട്ട് ആസ്വദിക്കുകയായിരുന്നു. കൂട്ടത്തിൽ ഈ കുപ്പിയിൽ ഈ പിള്ളേരിട്ട് എറിയണയൊക്കെ കണ്ട് നല്ല അടിച്ച് പൊളിച്ച് നിന്നപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്ന കൈ കിടന്ന ബ്രേസ്ലെറ്റ് കാണാനില്ല. പേടിച്ച് വിറച്ച് കിടുങ്ങി നിന്നപ്പം ഈ സെക്യൂരിറ്റി ചേട്ടൻ്റെ കയ്യിൽ സാധനം കിട്ടിയെന്നറിഞ്ഞു. അങ്ങനെ ചേട്ടൻ നമ്മളെ വിളിച്ചുകൊണ്ട് പോയി നമ്മുടെ സാധനമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ചു. അപ്പോൾ നമ്മളെയാണെന്ന് കൺഫേം ആയതിനു ശേഷം നേരെ സെക്യൂരിറ്റി ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവരുടെ ഓഫീസറുമായിട്ട് സംസാരിച്ച് സാധനം നമുക്ക് തിരിച്ച് മേടിച്ചെന്ന ഈ ചേട്ടനാണ് ഇന്നത്തെ എൻ്റെ ഹീറോ. അത് മാത്രമല്ല, ഈ ബ്രേസ്ലെറ്റ് നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തൊരു ചേട്ടൻ കൂടെ ഉണ്ട്. ആ പുള്ളിക്കാരനെ കണ്ട് ഹായ് പറഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ ഇദ്ദേഹമാണ് ആള്. നല്ല മിടുക്കൻ ചേട്ടനാണ്, നമുക്ക് വേണ്ടി നല്ല ഹെൽപ്പ് ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും സാധനം തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അവിടെ നിന്ന് ഒരു വീഡിയോയും കൂടെ കറങ്ങിയെടുത്തു, ഒരു 360 ലെവലിൽ. അപ്പോൾ ഈ വീഡിയോ ഇടാനായിട്ട് രണ്ട് കാരണമാണ് മെയിനായിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള തിരക്ക് പിടിച്ച സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആഭരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വളരെ കെയർ ആയിരിക്കണം. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും നമ്മളെ ഗൈഡ് ചെയ്യാനും നിൽക്കുന്ന ഇതുപോലുള്ള കുറച്ച് നല്ല സെക്യൂരിറ്റി ചേട്ടന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ പറയുന്ന ഇൻസ്ട്രക്ഷനൊക്കെ നമ്മളൊന്ന് പാലിക്കുക. അവരൊക്കെ ഇങ്ങനെ നെഞ്ചും പിരിച്ച് നിൽക്കുന്നത് വെച്ചാൽ നമ്മളെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ച് പോകാൻ നോക്കുക. എന്തായാലും ഈ അനുഭവം ആർക്കും വരാതിരിക്കട്ടെ. ബ്രേസ്ലെറ്റ് തിരിച്ച് നമ്മളെ പടച്ചവന് 1000 നന്ദി.